ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. എലോഹിം ലൈവ് മീഡിയയിലൂടെ നടത്തപ്പെടുന്ന ഈ ആത്മീയ പ്രഭാഷണ പരമ്പരയിൽ നിങ്ങളോടൊപ്പം ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഈ ലൈവിലൂടെ ദൈവവചനം കേട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളും മറ്റും നൽകി തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. തുടർന്നും എല്ലാ ആഴ്ചകളിലും നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയോർത്ത് നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എഴുത്തുകളെക്കുറിച്ച്. എഴുത്തുകൾ വായ്മൊഴി കാലത്തിൻ്റെ കുതിച്ചോട്ടത്തിൻ്റെ വിസ്മൃതിയിൽ ഇല്ലാതെയാകും. എന്നാൽ വരമൊഴി കാലത്തിനോ മനുഷ്യനോ മറക്കുവാനും മായ്ക്കുവാനും സാധ്യമല്ലാത്തതുകൊണ്ടാണ് ദൈവം തൻ്റെ കൽപ്പനയാൽ തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി ജനത്തിന് നൽകിയത്. നമുക്കറിയാം, ദൈവം ഇസ്രായേൽ ജനത്തിന് അവർ അനുഷ്ഠിക്കേണ്ട, അവർ കൈക്കൊള്ളേണ്ട പ്രമാണങ്ങളെ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പക്കൽ എഴുതി നൽകിയുണ്ടായി. എഴുത്ത് എന്ന് പറയുന്നത് പരസ്പര സന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് എഴുത്തുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആശയം ദൈവജനം അനുഷ്ഠിക്കണം എന്നുള്ള താല്പര്യത്തിൽ 10 കൽപ്പനകളാണ് തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയത്. നമ്മൾ വേദപുസ്തകത്തിൽ ചില എഴുത്തുകളെ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ എഴുത്ത് എന്ന് പറയുന്നത് കൽപ്പലകയിലെ എഴുത്താണ്. ഏതാണ്ട് 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ മക്കൾ അനുഷ്ഠിക്കേണ്ടതും അനുസരിക്കേണ്ടതിനുമായി ദൈവം തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് കൽപ്പലകയിൽ എഴുതി സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് നൽകി. ഈ എഴുത്തിൽ 10 കൽപ്പനകളാണ് കർത്താവ് എഴുതിയത്. അതിലാദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ്. മറ്റ് 6 കൽപ്പനകൾ മനുഷ്യൻ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതാണ് ഈ 10 കൽപ്പനകളുടെ വ്യത്യാസം. 4 മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഉണ്ടായിരിക്കേണ്ട ബന്ധവും, 6 മനുഷ്യൻ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ 10 കൽപ്പനയുടെ പ്രാധാന്യതകൾ നമ്മൾ വായിക്കുമ്പോൾ, 1, ദൈവത്തിൽ മാത്രം വിശ്വസിക്കണം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പം ഒന്നാമത്തത്, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൽ മാത്രം വിശ്വസിക്കണം. രണ്ടാമത്തത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആവർത്തനം 5:7, 5:8. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്.
മൂന്നാമത്തത് ദൈവനാമ മഹത്വത്തിനായി മാത്രം ഉപയോഗിക്കണം. 5:11, ആവർത്തനം 5:11. അവിടെ എഴുതി, എൻ്റെ നാമം വൃഥാ നിങ്ങൾ എടുക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. നാലാമത്തത്, ശബത്ത് ദിവസം വിശ്രമിക്കുകയും ദൈവത്തെ സ്മരിക്കുകയും വേണം. ആവർത്തനം 5:12. അഞ്ചാമത്തത്, മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ദീർഘായുസ്സുണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ആറാമത്തത്, മനുഷ്യജീവനെ സംരക്ഷിക്കുകയും ആദരിക്കുകയും വേണം. കൊല ചെയ്യരുത് എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ആവർത്തനം 5:17. ഏഴാമത്തത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വിശ്വസ്തത പുലർത്തണം. 5:18. എട്ടാമത്തത്, മറ്റുള്ളവരുടെ ഒന്നും അനുവാദമില്ലാതെ സ്വന്തമാക്കരുത്, അല്ലെങ്കിൽ അപഹരിക്കരുത്. 5:19. ഒൻപതാമത്തത്, മറ്റുള്ളവരെക്കുറിച്ച് വ്യാജം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്. 5:20. പത്താമത്തത്, അവനവനുള്ളതുകൊണ്ട് തൃപ്തരായിരിക്കണം. 5:21. ഈ 10 കൽപ്പനയുടെ സാരം ഇതാണ്. അപ്പം ഇത് നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ. നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ, നമ്മൾ അത് അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. 10 കൽപ്പനകൾ ദൈവം നൽകിയെങ്കിലും അതിൻ്റെ സാരം ഇതാണ്. സ്തോത്രം. ഇതാണ് ഒന്നാമത്തെ എഴുത്ത്. ഈ രണ്ടാമത്തെ എഴുത്ത് ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെ 30-ാമത്തെ വാക്യവും. അഹന്തതയാൽ ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് യെരുശലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉണ്ടാക്കിയ പാത്രങ്ങളിൽ തൻ്റെ 1000 പ്രഭുക്കന്മാരും ഭാര്യമാരും വെപ്പാട്ടികളോടൊപ്പം വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചു കൊണ്ടിരുന്ന കൽദയ രാജാവായ ബെൽശസ്സറിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവരിലാണ് വീണ്ടും ദൈവത്തിൻ്റെ എഴുത്ത് തെളിയുന്നത്. നോക്കണം, ഇത് ചുവരിലാണ് ഈ എഴുത്തെഴുതിയത്. മോശയുടെ കയ്യിൽ കല്ലിലാണ് ആദ്യത്തെ എഴുത്ത്. 10 കൽപ്പന കൽപ്പലകളിലാണ്. രണ്ടാമത്തെ എഴുത്ത് കൽദയ രാജാവായ ബെൽശസ്സറിൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവരിലാണ് ഈ എഴുത്ത്. അതിലിങ്ങനെ എഴുതിയിരുന്നു, മെനെ മെനെ തെക്കേൽ ഊർഫസിൻ. നോക്കണം, ദൈവാലയത്തിലുണ്ടായിരുന്ന വിശുദ്ധ പാത്രങ്ങളെ അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ ദൈവം ഈ എഴുത്ത് തൻ്റെ ചുവരിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മെനെ മെനെ, അതിൻ്റെ അർത്ഥം ദൈവം അവനെ തുലാസിൽ തൂക്കിയെന്നാണ്. തെക്കേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്നെ തൂക്കത്തിൽ കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. ഉർഫസിൻ, അവൻ്റെ രാജ്യം എണ്ണി അന്തം വരുത്തിയിരിക്കുന്നു. അത് ആ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാസ്യർക്കും കൊടുത്തിരിക്കുന്നു. ഇതാണ് ആ എഴുത്തിൻ്റെ സാരം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ആലയത്തിലുള്ള ഉപകരണങ്ങൾ വിശുദ്ധമാണ്. അത് ഒരിക്കലും അശുദ്ധിക്കു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ ദൈവം ന്യായം വിധിക്കാതെ ഇരിക്കുകയില്ല. ഇവിടെ സംഭവിച്ചതെന്താണ്? കൽദയ രാജാവായ ബെൽശസ്സർ തൻ്റെ അഹന്തത കൊണ്ട്
ദൈവത്തെ അവഗണിച്ചിട്ട് ആലയത്തിലെ വിശുദ്ധ പാത്രമെടുത്ത് അവൻ ഹല്ലേലൂയ അശുദ്ധിക്ക് വേണ്ടി പ്രഭുക്കന്മാരോടുകൂടെ വെപ്പാട്ടിമാരോടുകൂടെ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ച് സുഖിച്ച് പുളച്ചിരിക്കുമ്പോൾ ഇതാ ആരാമ്യ ഭാഷയിൽ ഒരു എഴുത്ത് വരികയാണ്. ആ എഴുത്തിതായിരുന്നു, മെന്നെ മെന്നെ തെക്കേൽ ഉർഫസിൻ. ദൈവം നിന്നെ തൂക്കി, ഈ തൂക്കത്തിൽ നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം എണ്ണി അന്തം വരുത്തി രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർശ്യർക്കും കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ എഴുത്ത് ഇതാണ്. മൂന്നാമത്തത് മണ്ണിൽ എഴുതിയ എഴുത്താണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 6-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവർ പറയുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ കൈകളിൽ കല്ലുകൾ അവൻ കരുതിയാണ് അവർ വന്നത്. ഈ സ്ത്രീയെ എറിഞ്ഞ് കൊന്നുകളയേണ്ടതിന് അങ്ങനെയുള്ള ഒരുക്കത്തോടു കൂടെയാണ് ഇവർ വന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 6-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് 2 പ്രാവശ്യം എഴുതിയതായിട്ട് നമ്മോട് കാണുന്നുണ്ട്. നിലത്ത് 2 പ്രാവശ്യം എഴുതിയതായിട്ട് കാണുന്നുണ്ട്. ഒന്നാമത്തെ എഴുത്ത് പാപിനിയായ സ്ത്രീയെ മരണത്തിൽ നിന്ന് വിമോചിച്ച പാപികളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു ഈ ഒന്നാമത്തെ എഴുത്ത്. നമ്മുടെ കർത്താവ് പാപികളെ സ്നേഹിക്കും, പാപത്തെ വെറുക്കുന്നവനാണ്. ആ സ്ത്രീയുടെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ എഴുത്ത് അതായിരുന്നു. രണ്ടാമത്തെ എഴുത്ത് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ വിട്ടു പോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കും. നോക്കണം, യേശു കർത്താവ് ഈ പിടിച്ചു കൊണ്ടുവന്ന സ്ത്രീയെ മുൻപിൽ നിർത്തിയിട്ട് ആ പരീശന്മാരും ആ ശാസ്ത്രിമാരും ഇങ്ങനെ പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഈ പരീശന്മാരും ശാസ്ത്രിമാരും പരസ്പരം നോക്കി. ഈ സ്ത്രീയെക്കാളും അധിക പാപം നിറഞ്ഞവരാണ് ഈ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ ശാസ്ത്രിമാരും പരീശന്മാരും. അവർ ഒന്നാമൻ തൊട്ട് മൂത്തവൻ മുതൽ ഇളയവർ വരെ അവനെ വിട്ടുപോയി. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവസാനം യേശു കുനിഞ്ഞ് ഇങ്ങനെ എഴുതി. യേശു നിവർന്നു നോക്കിയപ്പോൾ ഈ കൊണ്ടുവന്ന ശാസ്ത്രിമാരോ പരീശന്മാരോ ആരെയും കണ്ടില്ല. ഈ സ്ത്രീ മാത്രം നിൽക്കുകയാണ്. യേശു ആ സ്ത്രീയോട് ചോദിച്ചു, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലയോ? ആ സ്ത്രീ വളരെ നടുക്കത്തോടെ അവൾ പറഞ്ഞു, ഇല്ല. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, പോക, ഇനി നീ പാപം ചെയ്യരുത്. നോക്കണേ, ഈ മണ്ണിൽ എഴുതി വച്ചത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അവളുടെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് ഒന്നാമത് എഴുതി. 2, മൂത്തവർ മുതൽ ഇളയവർ വരെ അവനെ വിട്ടുപോയി. എന്നെ വിട്ടു പോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കും. മൂന്നാമത്തെ എഴുത്ത് മണ്ണിലുള്ള എഴുത്താണ്.
ഇനി നാലാമത്തത് ക്രൂശിലെ എഴുത്താണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ ക്രൂശിലെ മേലെഴുത്ത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൂശിലെ മേലെഴുത്ത്. ആമേൻ. അത് ഇങ്ങനെയായിരുന്നു: അയ്യൂസ് നസാറാനാസ് റെക്സ് ഇഡോറാം. അതാണ് INRI എന്ന അക്ഷരങ്ങളിൽ എഴുതി വച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവാണ്. ഇതാണ് ആ മേലെഴുത്തിൻ്റെ അർത്ഥം. അയ്യേസു നസാറാസ് റെക്സ് ഇഡോറാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം INRI. അതിൻ്റെ നസ്രയനായ യേശുവാണ് യഹൂദന്മാരുടെ രാജാവ്. ഈ എഴുത്ത് 3 ഭാഷകളിലായിരുന്നു എഴുതിയത്: എബ്രായ, റോമ, യവനായ. ഈ 3 ഭാഷകളിലായിരുന്നു ക്രൂശിൽ ആ മേലെഴുത്ത് എഴുതിയിരുന്നത്. എന്തിനാണ് ഈ 3 ഭാഷകളിൽ എഴുതിയത്? എബ്രായ ഭാഷ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മതഭാഷയും ദേശീയ ഭാഷയുമാണ്. അവരുടെ തിരുവെഴുത്ത് എബ്രായ ഭാഷയാണ്. അതുകൊണ്ടാണ് എബ്രായ ഭാഷയിൽ എഴുതിയത്. രണ്ടാമത്തത് റോമ അല്ലെങ്കിൽ ലത്തീൻ ഭാഷയാണ്. ഈ ലത്തീൻ ഭാഷ കോടതി ഭാഷയാണ്. ഭരണം, രാഷ്ട്രീയം, നിയമം എന്നിവയുടെ ഭാഷയാണ് റോമൻ അല്ലെങ്കിൽ ലത്തീൻ ഭാഷ എന്ന് പറയുന്നത്. യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ ആ കാലത്തെ സാഹിത്യ ഭാഷയായിരുന്നു. ജ്ഞാനത്തിൻ്റെ അന്തർദേശീയ സംസർഗത്തിൻ്റെ ഭാഷയായിരുന്നു യവനായ ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിൽ ഈ 3 ഭാഷകളിലായിരുന്നു നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയത്. ഇനി നമ്മൾ ഒരു പ്രത്യേക സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. പീലാത്തോസിൻ്റെ ഒരു പിടിവലി. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി വെച്ചു. യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നാണ് എഴുതേണ്ടതെന്ന് അവർ പറഞ്ഞു. ഞാൻ എഴുതിയത് എഴുതി. പീലാത്തോസ് പറയുകയാണ്, ഞാൻ എഴുതിയത് എഴുതി. പീലാത്തോസിന് സംഭവിച്ചത് പിശകോ പിടിവാശിയോ അല്ല, അതിനെപ്പോലും നന്മയ്ക്കായി തീർക്കാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 4 എഴുത്തുകൾ, ഒന്നാമത്തെ എഴുത്ത് കൽപ്പലകളിലുള്ള എഴുത്താണ്. അത് ഇസ്രയേൽ ജനം അനുഷ്ഠിക്കേണ്ട 10 കൽപ്പനകളാണ്. മോശ ആമേൻ ഈ കൽപ്പലകയിൽ സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതി ഇസ്രയേൽ ജനം അനുഷ്ഠിക്കേണ്ട 10 കൽപ്പനകൾ എഴുതി അയച്ചു. രണ്ടാമത് ചുവരിലെ എഴുത്താണ്. നമുക്കറിയാം, അഹന്തതയാൽ ദൈവത്തെ അവഹേളിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉണ്ടാക്കിയ പാത്രങ്ങൾ തൻ്റെ 1000 പ്രഭുക്കന്മാരും ഭാര്യമാരും വെപ്പാട്ടികളോടൊപ്പം ആമേൻ വീഞ്ഞു കുടിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ചുവരിൽ മറ്റൊരെഴുത്ത്. ആമേൻ, ഇത് മുന്നറിയിപ്പാണ്. അതിങ്ങനെ എഴുതിയിരിക്കുന്നു: മെനെ തേക്കൽ ഉർഫസിൻ, നിന്നെ ഞാൻ തൂക്കി നോക്കി ഇനി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. ആമേൻ, നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർശ്യർക്കും കൊടുത്തിരിക്കുന്നു. ഇതാണ് ചുവരിലെ എഴുത്ത്. മൂന്നാമത്തെ എഴുത്ത് മണ്ണിലെ എഴുത്താണ്. അത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും യേശുവിനെ പരീക്ഷിക്കേണ്ടതിന്
ആമേൻ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ആമേൻ. 2 പ്രാവശ്യം എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, എഴുതിയത് പാപിനിയായ സ്ത്രീയെ മരണത്തിൽ നിന്ന് വിമോചിച്ച പാപികളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു ഒന്നാമത്തെ എഴുത്ത്. രണ്ടാമത്തതോ, മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ വിട്ടുപോയപ്പോൾ, ആമേൻ, യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എന്നെ വിട്ടു പോകുന്നവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കും. യേശു ഈ മൂത്തവൻ തൊട്ട് ഇളയവൻ്റെ വരെ പേര് മണ്ണിൽ എഴുതി വയ്ക്കുക. 3-ാമത്തെ എഴുത്ത്, 4-ാമത്തെ എഴുത്ത് ക്രൂശിലെ എഴുത്താണ്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ക്രൂശിൽ ഒരു മേലെഴുത്ത് ഉണ്ടായിരുന്നു. INRI. ആമേൻ. നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ഈ മേലെഴുത്ത് ക്രൂശിൽ ഉണ്ടായിരുന്നു. പീലാത്തോസ് നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി വെച്ചപ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നാണ് എഴുതേണ്ടതെന്ന് വാശി പിടിച്ചപ്പോൾ പീലാത്തോസ് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, ഞാൻ എഴുതിയത് എഴുതി. ആമേൻ. 4 എഴുത്തുകൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നിന്ന് നമുക്ക് പഠിക്കേണ്ട എന്താണ്? ഒന്ന്, ദൈവം നമുക്ക് നൽകിയ പ്രമാണങ്ങളെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. 1-ാമത്തെ കാര്യം. 2, വിശുദ്ധമായതിനെ അശുദ്ധമാകാതെ നാം പരിപാലിക്കണം, അല്ല എങ്കിൽ നമുക്ക് ശിക്ഷാവിധി ഉണ്ട് എന്നുള്ളതാണ്. 3, കൊടും പാപിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൾ തൻ്റെ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു. അതാണ് 3-ാമത്തെ എഴുത്ത്. 4-ാമത്തെ എഴുത്ത് നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലക്കളത്തിൽ പാപമില്ലാത്ത പരിശുദ്ധൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ അവൻ ആരാണ്? യേശു ആരാണ്? നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന്, ആമേൻ, സ്തോത്രം, 3 ഭാഷകളിൽ, ആമേൻ, എബ്രായ, റോമ, യവനായ ഭാഷകളിൽ, ആമേൻ, വളരെ തെളിവായി എഴുതി. ആമേൻ. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശു കർത്താവ് മുഴുവൻ ലോകത്തിനും വേണ്ടി, ആമേൻ, മരിച്ച് അവൻ്റെ പേരാണ് ഈ ക്രൂശിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ വചനങ്ങൾ നമുക്ക് ഒരു അനുഗ്രഹമായി തീരും. ആമേൻ, സ്തോത്രം. നമ്മൾ വിശുദ്ധിയെ നമ്മൾ ഒരിക്കലും അശുദ്ധിയിലേക്ക് കൊണ്ടുപോകരുത്. നമ്മളെ ദൈവം, ആമേൻ, അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അത് നാം നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ, ആമേൻ, സ്തോത്രം, 1 പത്രോസ് 1:16 എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നമ്മുടെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളും വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വിലയേറിയ അവസരം ദൈവവചനം ശ്രവിച്ച എല്ലാവർക്കും കർത്താവ് ആശ്വാസവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.